വിഷ്ണുനോ? എന്ത് കുന്തോ ഇതൊക്കെ? വിഷ്ണുട്ടാ, വിഷ്ണു നീയോ? എന്താടേ കാണിക്കുന്നതൊക്കെ? മറുപടി ഞാൻ പറയാം സത്യാമ്മേ. ഈ കിഡ്നാപ്പിംഗ് ഞാനും വിഷ്ണുവും ചേർന്ന് നടത്തിയൊരു നാടകമായിരുന്നു. ശാലിനി പോലും അറിയാതെ. വിഷ്ണു നന്നായി അഭിനയിച്ചതുകൊണ്ടാ ശാലിനിക്ക് കുറച്ച് ഉപദ്രവം കേൾക്കേണ്ടി വന്നത്. സോറി ശാലിനി. എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് കരുതി നമുക്കത് വിട്ടുകളയാം. നല്ലതിനു വേണ്ടിയോ? എന്ത് നല്ലതിനു വേണ്ടി? സത്യാമ്മ ഓർക്കുന്നുണ്ടോ? സത്യാമ്മ എന്തിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നുള്ളത്? കോമയിലായി ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയെ എഴുന്നേൽപ്പിക്കാനും സംസാരിപ്പിക്കാനും. Here lies the result. കോമയിൽ ഒരു കൊതുകടി പോലും പ്രതിരോധിക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയല്ല, കരയാനും ചിരിക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന പ്രീതി. അയ്യോ, സത്യാണല്ലോ. മോളെ മോളെ, അമ്മേ, പ്രീതി, എന്റെ പൊന്നു മോളെ, അമ്മേ. എത്ര കാലായി മോളെ അമ്മയെന്നുള്ള നിന്റെ ഈ വിളി കേട്ടിട്ട്? ഈ ഒരു വിളിയിൽ കേൾക്കാൻ കഴിയുന്നു ഞാൻ. സത്യമേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി എനിക്കൊരു 5 മിനിറ്റ് കൂടി വേണം. പ്രീതിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ കൂടി ഒന്ന് പരിശോധിക്കണം. എല്ലാവരും ഒരു അല്പസമയം പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കണം. സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ നിന്നാ മതി ഒരു സഹായത്തിന്. പൊന്നി, നീ നിൽക്കേ മോളെ, ഞാൻ പുറത്തുണ്ട്. ഇവിടെ നിൽക്കും അർജുനേട്ടാ. മോളെ, ശാലിനി, മോളെ, ഏട്ടൻ ഡോക്ടറെ